ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കാഴ്ച പരിമിതർക്കായി ബ്രെയിൽ ലിപി പുസ്തകം അച്ചടിച്ച് തുടങ്ങിയതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഇതുവരെ 10ാം ക്ലാസ് വരെ മാത്രമായിരുന്നു ബ്രെയിൽ ലിപിയിലുള്ള പാഠപുസ്തകങ്ങൾ അച്ചടിച്ചിരുന്നത്. ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ബ്രെയിൽ ലിപിയിൽ പാഠപുസ്തകം അച്ചടിക്കാത്തത് 24 റിപ്പോർട്ട് ചെയ്തിരുന്നു. 24 ഇംപാക്ട്. ഹയർ സെക്കൻഡറിയിൽ കാഴ്ച പരിമിതി നേരിടുന്ന കുട്ടികൾക്കായി ഉടൻ തന്നെ ബ്രെയിൽ ലിപിയിൽ പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നതാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ് വരെ മാത്രമാണ് ബ്രെയിൽ ലിപിയിലുള്ള പാഠപുസ്തകങ്ങൾ തയ്യാറാക്കി വിതരണം ചെയ്യുന്നത്. അതൊരു വലിയൊരു നമ്മൾ പിന്തുണയ്ക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ സഹായിക്കേണ്ട സമൂഹത്തിന് കൊടുക്കുന്ന വലിയൊരു പിന്തുണ. ഗോകുൽ കെ വേണുഗോപാലാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. ഗോകുൽ, വളരെ ഒരു നല്ല കാര്യം, മാധ്യമ ഇടപെടൽ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള വളരെ കൃത്യമായിട്ട് അതിനൊരു ഉദ്ദേശശുദ്ധി ഉണ്ടായിരുന്നു. അത് ഫലം കണ്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. 10ാം ക്ലാസ്സിന് മുകളിലേക്കും ബ്രെയിൽ ലിപി അത് തീരുമാനമായി എന്നാണോ ഇപ്പോൾ മന്ത്രി പറഞ്ഞത്? കൂടുതൽ വിവരങ്ങൾ പറയും. അസ്മിത, കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിയായിട്ടുള്ള ആയിഷ സമീഹയ്ക്ക് ബ്രെയിൽ ലിപിയിലുള്ള പാഠപുസ്തകങ്ങൾ ഹയർ സെക്കൻഡറിയിൽ ലഭ്യമാകാത്തത് മൂലമുള്ള പ്രതിസന്ധിയും ആ കുട്ടിയുടെ പ്രശ്നങ്ങളുമൊക്കെ വിവരിച്ചുകൊണ്ട് ഒരു വാർത്ത നൽകിയിട്ടുണ്ടായിരുന്നത്. കുട്ടി 10ാം ക്ലാസ് വരെ ഈ പറഞ്ഞതുപോലെ ബ്രെയിൽ ലിപിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പഠിച്ചത്. പിന്നീട് ഹയർ സെക്കൻഡറിയിലേക്ക് ചേർന്നു. +1 എത്തിയ സമയത്ത് ബ്രെയിൽ ലിപിയിലുള്ള പാഠപുസ്തകങ്ങൾ ലഭ്യമാകാതെ വന്നതോടുകൂടി മറ്റ് വിദ്യാർത്ഥികളുടെ ഒക്കെ സഹായം തേടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. എല്ലാ സമയത്തും ഈ കുട്ടികളുടെ സഹായം ലഭിക്കാത്ത ഒരവസ്ഥ ഉണ്ടായി. മാത്രമല്ല 10 വരെ ബ്രെയിൽ ലിപിയിലെ പാഠപുസ്തകങ്ങൾ ഉപയോഗിച്ച് സ്വമേധയാ തന്നെ പഠിച്ചു വന്ന ആയിഷ സമീഹയ്ക്ക് അത് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആയിഷ സമീഹയുടെ വീട്ടിൽ പോയി ആ കുട്ടിയുടെ പ്രതികരണം എടുത്തുകൊണ്ട് വാർത്ത നൽകിയിട്ടുള്ളത്. ഇതോടെയാണ് ഈ വിഷയം വിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ഇത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നു, അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. KFB, കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ആണ് 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ബ്രെയിൽ ലിപിയിലുള്ള പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നത്. സ്വാഭാവികമായിട്ടും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും KFB തന്നെ ആയിരിക്കും പുസ്തകങ്ങൾ അച്ചടിച്ച് വിതരണം ചെയ്യുക. അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി അല്പസമയം മുമ്പ് നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ആശ്വാസം നൽകുന്ന, സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 10ാം ക്ലാസ് വരെ മാത്രമായിരുന്നു ഇതുവരെ ബ്രെയിൽ ലിപിയിലുള്ള പാഠപുസ്തകങ്ങൾ അച്ചടിച്ച് വിതരണം ചെയ്തതെങ്കിൽ 24ന്റെ വാർത്തയോടുകൂടി, 24ന്റെ ഈ വിഷയത്തിലുള്ള ഇടപെടലോടുകൂടി +1 ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് കൂടി ബ്രെയിൽ ലിപിയിലുള്ള പാഠപുസ്തകങ്ങൾ ലഭ്യമാകാനുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ് സ്മിത. യെസ്, ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.